ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം അടഞ്ഞ അധ്യായമല്ലെന്ന് കോൺഗ്രസ് നേതാവ് പി.സി. ചാക്കോ. ഡൽഹിയിലെ സഖ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി വേണമെന്ന ആം ആദ്മി പാർട്ടിയുടെ ആവശ്യമാണ് സഖ്യ ചർച്ച പ്രതിസന്ധിയിലാക്കാൻ കാരണം. ഇതിനിടെ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയും ജനനായക് ജനശക്തിയും പാർട്ടിയും സഖ്യത്തിൽ മത്സരിക്കാൻ ധാരണയായി. 7 സീറ്റുകളിൽ ജെ.ജെ.പിയും 3 സീറ്റുകളിൽ എ.എ.പിയും മത്സരിക്കാനാണ് ധാരണ. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യ ചർച്ചകൾ എവിടെയും എത്താത്ത സാഹചര്യത്തിലാണ് ഇരു പാർട്ടികളും സ്വന്തം സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് വ്യക്തമാക്കുന്നത്. ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ഡൽഹിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസും പറയുന്നത്. എങ്കിലും സഖ്യത്തിന് ഇനിയും സാധ്യത നിലനിൽക്കുകയാണെന്ന് ഡൽഹിയുടെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി പി.സി. ചാക്കോ പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഒരു ധാരണയ്ക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങളും ധാരണയ്ക്ക് തയ്യാറാണ്. ഞങ്ങളിപ്പോൾ തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ടുപോലും ഡൽഹിയിൽ ഒരു ധാരണയ്ക്ക് ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ 7 സീറ്റുകളും ബി.ജെ.പിക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്നാണ്. സഖ്യമുണ്ടായില്ലെങ്കിൽ ഡൽഹിയിലെ 7 സീറ്റും ബി.ജെ.പി നേടുമെന്നതാണ് സ്ഥിതിയെന്ന് ഇരു പാർട്ടികളും വിലയിരുത്തുന്നു. അതിനാൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണവും സമ്മർദ്ദതന്ത്രങ്ങളുടെ ഭാഗമാണെന്നാണ് സൂചന. ഡൽഹിക്ക് പുറമെ ഹരിയാനയിലും ചണ്ഡീഗഡിലും സീറ്റ് വേണമെന്നാണ് എ.എ.പിയുടെ ആവശ്യം. എന്നാൽ സഖ്യം ഡൽഹിയിൽ മാത്രം മതിയെന്ന നിലപാടാണ് കോൺഗ്രസിന്. ഇതിനിടെ ഹരിയാനയിൽ ജെ.ജെ.പിയുമായി ആം ആദ്മി പാർട്ടി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. 3 സീറ്റുകളിൽ എ.എ.പിയും 7 സീറ്റുകളിൽ ജെ.ജെ.പിയും മത്സരിക്കാനാണ് ധാരണയെന്ന് ഗോപാൽ റായ് പറഞ്ഞു. ഹരിയാനയിൽ പുതിയ സഖ്യം വന്നതോടെ ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് വിട്ടുകൊടുത്ത് സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മീഡിയ 1 ഡൽഹി.